ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ വൃദ്ധാസുതം സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. ശ്രീമദ്ഭാഗവതം സപ്തമസ്കന്ധം അഥ ത്രയോദശോऽധ്യായः. നാരദ ഉവാച. കൽപസ്ത്വേവം പരിവ്രജ്യ ദേഹമാത്രാവശേഷിതാ ഗ്രാമേകരാത്രവിധിനാ നിരപേക്ഷശ്ചരേന്മഹീം വിഭ്രയാത് യദ്യസൗ വാസ കൗബീനാചാദനം പരം ത്യക്തം ന ദണ്ഡലിംഗാദേരന്യത് കിഞ്ചിദനാപതി ഏക ഏവ ചരേത് ഭിക്ഷുരാത്മാ രാമോ നപാശ്രയ സർവഭൂതസുഹൃശാന്തോ നാരായണപരായണ പശ്യേതാത്മന്യതോ വിശ്വം പരേ സദസദവ്യയേ ആത്മാനം ജപരം ബ്രഹ്മ സർവത്ര സദസന്മയേ സുപ്തപ്രബോധയോ സന്ധാവമാത്മനോ ഗതിമാത്മദൃക് പശ്യൻ ബന്ധം ച മോക്ഷം ച മായാമാത്രം ന വസ്തുതാ നാഭിനന്ദേ ധ്രുവം മൃത്യുമധ്രുവം വാസ്യജീവിതം കാലം പരം പ്രതീക്ഷേത ബോധാനാം പ്രഭവാഭ്യയം നാസശാസ്ത്രേഷു സജ്ജേത നോപജീവേത ജീവികാം വാദവാദാംസ്ത്യജേൽ തർക്കാൻ പക്ഷം കം ജ ന സംശ്രയേത് ന ശിഷ്യാനനുബധ്നീത ഗ്രന്ഥാൻ നൈവാഭ്യസേത് ബഹൂൻ ന വ്യാഖ്യാമുപയുഞ്ജീത നാരംഭാനാരഭേത് ക്വചിത് ന യതേരാശ്രമപ്രായോ ധർമ്മഹേതുർമഹാത്മന ശാന്തസ്യ സമചിത്തസ്യ ബിഭ്രയാദുദവാത്യജേത് അവ്യക്തലിംഗോ വ്യക്താർത്ഥോ മനീഷുന്മത്തബാലവത് കവിർമൂകവദാത്മാനം സദൃഷ്ട്യാ ദർശയേ നൃണാം അത്രാപ്യുദാഹരന്തീമമിതിഹാസം പുരാതനം പ്രഹ്ലാദസ്യ ച സംവാദം മുനേരാജഗരസ്യ ച തം ശയാനം തരോപസ്ഥേ കാവേര്യാം സഖ്യസാനുനി രജസ്വലേ തനൂദേശൈർനിഗൂഢാമലതേജസം ദദർശലോകാൻ വിചരം ലോകതത്വവിവിത്സയാ വൃതോമാത്യൈ കതിപയൈ പ്രഹ്ലാദോ ഭഗവത്പ്രിയ കർമ്മണാകൃതിഭിർവാച ലിംഗൈർവർണ്ണാശ്രമാദിഭിः ന വിദന്തി ജനായം വൈ സ്വസാവിധി ന വേദി ച തം നത്വാഭ്യർച്ച്യ വിധിവത് പാദയോ ശിരസാ സ്പൃശൻ വിവിൽസുരിതമപ്രാഷിൻ മഹാഭാഗവതോസുര ബിഭർഷികായം പീവാനം സ്വദ്യമോ ഭോഗവാൻ യഥാ വിത്തം ചൈവോദ്യമവതാം ഭോഗോ വിത്തവതാമിഹ ഭോഗിനാം ഖലു ദേഹോയം പീവാ ഭവതി നാന്യഥാ ന തേ ശയാനസ്യ നിരുദ്യമസ്യ ബ്രഹ്മന്യുഹാർത്തോ യത ഏവ ഭോഗ അഭോഗിനോയം തവ വിപ്രദേഹ പീവായതസ്തൽവദ നക്ഷമം ചേത് കവികൽപ്പോ നിപുണദൃക് ചിത്രപ്രിയ കഥഃ സമ ലോകസ്യ കുർവത കർമ്മ ശേഷേ തദ്ഭീഷിതാപി വാ. നാരദ ഉവാച. സ ഇത്തം ദൈത്യപതിനാ പരിപൃഷ്ടോ മഹാമുനി സ്മയമാനസ്തമഭ്യാഹ തദ്വാഗാമൃതയന്ത്രിത. ബ്രാഹ്മണ ഉവാച. വേദേദമസുരശ്രേഷ്ഠ ഭവാൻ നന്വാര്യസമ്മത ഇഹോ പരമയോർനൃണാം പദാന്യദ്യാത്മചക്ഷുഷാ യസ്യ നാരായണോ ദേവോ ഭഗവാൻ ഹൃദ്ഗതഃ സദാ ഭക്ത്യാ കേവലയാ ജ്ഞാനം ധുനോതി ധ്വാന്തമർക്കവത് അഥാപി ബ്രൂമഹേ പ്രശ്നാംസ്തവ രാജൻ യഥാശ്രുതം സംഭാവനീയോ ഹി ഭവാനാത്മനാ ശുദ്ധിമിച്ഛതാം തൃഷ്ണയാ ഭവവാഹിന്യ യോഗേ കാമേരപൂരയാ കർമാണി കാര്യമാണോഹം നാനായോനിഷു യോജിത യദൃച്ഛയാ ലോകമിമം പ്രാപിത കർമ്മഭിർഭ്രമൻ
സ്വർഗാപവർഗയോർദ്വാരം തിരശ്ചാം പുനരസ്യ ച അത്രാപി ദമ്പതീനാം ച സുഖയാന്യാപനുത്തയേ കർമാണി കുർവതാം ദൃഷ്ട്വാ നിവൃത്തോസ്മി വിപര്യം. സുഖമസ്യാത്മനോ രൂപം സർവേഹോപരതിസ്തനു മനഃസംസ്പർശജാൻ ദൃഷ്ട്വാ ഭോഗാൻ സ്യുപ്സ്യാമി സംവിശൻ. ഇത്യേതദാത്മന സ്വാർത്ഥം സന്തം വിസ്മൃത്യ വൈ പുമാൻ വിചിത്രാമസതി ദ്വൈധേ ഘോരാമാപ്നോതി സംസൃതിം. ജലം തദുദ്ഭവൈശ്ചന്നം ഹിത്വാജ്ഞോ ജലകാമ്യയാ മൃഗതൃഷ്ണാമുപാധാവേത് യഥാന്യത്രാർത്ഥദൃക് സ്വധാ. ദേഹാദിഭിർദൈവതന്ത്രൈരാത്മനാ സുഖമീഹത ദുഃഖാത്യയം ചാനീശസ്യ ക്രിയാ മോഘാ കൃതാ കൃതാ. ആധ്യാത്മികാദിഭിർദുഃഖൈരവിമുക്തസ്യ കർഹിചിത് മർത്തസ്യ കൃച്ഛോഭനാദൈരർത്ഥേ കാമേ ക്രിയേത കിം. പശ്യാമി ധനിനാം ക്ലേശം ലുബ്ധാനാമജിതാത്മനാം ഭയാബ്ദലബ്ധനിദ്രാണാം സർവതോപി വിശങ്കിനാം. രാജസ്തശ്ചോരത ശത്രോ സ്വജനാൽ പശുപക്ഷിത അർത്തിഭ്യ കാലദ സ്വസ്മാ നിത്യം പ്രാണാർത്തവത് ഭയം. ശോകമോഹഭയക്രോധരാഗക്ലൈബ്യാശ്രമാദയാ യന്മൂലാസ്യൂർനൃണാം ജഹ്യാൽ സ്പൃഹാം പ്രാണാർത്തയോർബുധാ. മധുകാരമഹാസർപ്പൗ ലോകസ്മിന്നോ ഗുരുത്തമൗ വൈരാഗ്യം പരിതോഷം ച പ്രാപ്ത യശിക്ഷയാ വയം. വിരാഗ സർവകാമേഭ്യ ശിക്ഷിതോ മേ മധുവ്രതാത് ഹൃച്ഛ്രാപ്തം മധുവത് വിത്തം ഹത്വാപ്യന്യോ ഹരേത് പതിം. അനീഹ പരിതുഷ്ടാത്മാ യദൃച്ഛോപനദാദഹം നോ ചേച്ചയേ ബഹ്വഹാനി മഹാഹിരിവ സത്വവാൻ. ക്വചിദൽപം ക്വചിത് ഭൂരി ഭുഞ്ജേന്നം സ്വാദ്വസ്വാദു വാ ക്വചിത് ഭൂരി ഗുണോപേതം ഗുണഹീന മുദഃ ക്വചിൽ. ശ്രേയോപാഹൃതം ക്വാപി കഥാചിന്മാനവർജിതം ഭുഞ്ജേ ഭുക്ത്വാദ കസ്മിൻശ്ചിത് ദിവാനക്തം യദൃച്ഛയാ. ക്ഷൗമം ദുകൂലമജിനം ചീരം വൽക്കലമേവ വാ വസേന്യദപി സംപ്രാപ്തം ദിഷ്ടഭുക്തുഷ്ടധീരഹം. ക്വചിച്ഛയേതരോപസ്തേ തൃണപർണാശ്മഭസ്മസു ക്വചിൽ പ്രാസാദപര്യങ്കേ കശിഭൗ വാ പരേച്ഛയാ. ക്വചിസ്നാദോനുലിപ്താംഗ സുവാസാ സൃഗ്വലംകൃത രഥേ ബഹ്യൈശ്ചരേ ക്വാപി ദിഗ്വാസാ ഗ്രഹവത് വിഭോ. നാഹം നിന്ദേ ന ജസ്തൗമി സ്വഭാവവിഷമം ജനം ഏതേഷാം ശ്രേയ ആശാസേ ഉദൈകാത്മ്യം മഹാത്മനി. വികൽപം ജുഹുയാ ചിത്തൗ താം മനസ്യർത്ഥവിഭ്രമേ മനോ വൈകാരികേ ഹൂത്വാ തന്മായായാം ജുഹോത്യനു. ആത്മാനുഭൂതൗ താം മായാം ജുഹൂയാൽ സത്യദൃങ് മുനി തതോ നിരീഹോ വിരമേത് സ്വാനുഭൂത്യാത്മനി സ്ഥിതാ. സ്വാത്മവൃത്തം മയേത്തം തേ സുഗുപ്തമഭിവർണിതം വ്യഭേദം ലോകശാസ്ത്രാഭ്യാം ഭവാൻ ഹി ഭഗവത്പര. നാരദ ഉവാച ധർമ്മം പാരമഹംസ്യം വൈ മുനേ ശ്രുത്വാ സുരേശ്വരാ. പൂജയിത്വാ തതഃ പ്രീത ആമന്ത്ര്യ പ്രയയൗ ഗൃഹം. ശ്രീഹരയേ നമഃ. ഇതിൽ ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യം സംഹിതായാം സപ്തമസ്കന്ധേ യുധിഷ്ഠിരനാരദസംവാദേ യതി ധർമ്മേ ത്രയോദശോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര. ഗുരുഃ സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ.
പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. സപ്തമസ്കന്ധം 13-ാമത്തെ അധ്യായം. കഴിഞ്ഞ അധ്യായത്തിൽ ബ്രഹ്മചര്യം, വാനപ്രസ്ഥം എന്നീ ആശ്രമങ്ങളിലെ ധർമ്മങ്ങളാണ് വിവരിച്ചത്. ഈ അധ്യായത്തിൽ സന്യാസധർമ്മ വർണ്ണനം, അവധൂത പ്രഹ്ലാദ സംവാദം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് വർണ്ണിക്കുന്നത്. നാരദ മഹർഷി പറയാണ്, വാനപ്രസ്ഥാശ്രമത്തിൽ ഇരുന്ന ശേഷം ശരീരശക്തിയും ബുദ്ധിശക്തിയുമുള്ള പക്ഷം പിന്നെ സന്യസിക്കണം. ശരീരമൊഴികെയുള്ള സകല പദാർത്ഥങ്ങളും ഉപേക്ഷിക്കണം. യാതൊന്നിലും ആഗ്രഹമുണ്ടായിരിക്കരുത്. ഒരു ഗ്രാമത്തിൽ ഒരു രാത്രിയിലധികം വസിക്കുന്നതല്ലെന്നുള്ള നിശ്ചയത്തോടെ ഭൂമിയിൽ സഞ്ചരിക്കണം. വസ്ത്രം ധരിക്കുന്ന പക്ഷം കൗപീനം മാത്രം ആവാം. സന്യാസ ചിഹ്നങ്ങളായ ദണ്ഡും കമണ്ഡലവുമല്ലാതെ മറ്റൊന്നും അരോഗാവസ്ഥയിൽ സ്വീകരിക്കരുത്. ഭിക്ഷാന്നമാത്ര ജീവിയായി, ആത്മാരാമനായി, അനന്യാശ്രയനായി, സർവഭൂത സുഹൃത്തായി, നാരായണ പരായണനായി, ഏകാകിയായി വേണം സഞ്ചരിക്കാൻ. സ്ഥൂല സൂക്ഷ്മാതീതമായ ആത്മാവിൽ വിശ്വത്തെയും സദസന്മയമായ വിശ്വത്തിൽ തന്നെയും പരബ്രഹ്മത്തെയും കാണണം. സുഷുപ്തിയുടെയും ജാഗ്രത അവസ്ഥയുടെയും ഇടയ്ക്കുള്ള ആത്മസ്വരൂപത്തെക്കുറിച്ച് വിചാരം ചെയ്ത് ബന്ധവും മോക്ഷവും മായാമാത്രമാണ്, വാസ്തവമല്ല എന്ന് ആത്മദർശി അറിയേണ്ടതാകുന്നു. നിശ്ചിതമായ മരണത്തെയോ അനിശ്ചിതമായ ജീവിതത്തെയോ യതിനന്ദിക്കുകയോ നിന്ദിക്കുകയോ അരുത്. ജീവജാലങ്ങളുടെ ഉൽപ്പത്തിനാശങ്ങൾക്ക് ഹേതുഭൂതമായ കാലവും കാത്തിരുന്നുകൊള്ളുകയേ പാടുള്ളൂ. മോക്ഷേതര കാര്യങ്ങളെ പ്രതിപാദിക്കുന്ന ശാസ്ത്രങ്ങളിൽ ആസക്തനാകരുത്. ശാസ്ത്രാധ്യാപനം ഉപജീവനമാർഗമായി സ്വീകരിച്ചുകൂടാ. വാദകോലാഹലങ്ങളിൽ ഏർപ്പെടരുത്. പക്ഷപാതം പാടില്ല. ശിഷ്യന്മാരെ സമ്പാദിക്കരുത്. അനേകം ഗ്രന്ഥങ്ങൾ അഭ്യസിച്ചുകൂടാ. ശാസ്ത്രവ്യാഖ്യാനം ജീവനോപായമായി സ്വീകരിക്കരുത്. മഠസ്ഥാപനാദി കർമ്മങ്ങളൊന്നും തുടങ്ങരുത്. ശാന്തനും സമചിത്തനും സമദർശനുമായ യതിക്ക് ആശ്രമധർമ്മങ്ങൾ ധർമ്മഹേതുക്കളല്ല. അവ ആ മഹാത്മാവിന് സ്വാഭാവികമായിരിക്കും. ദണ്ഡാദി ആശ്രമചിഹ്നങ്ങൾ ധരിക്കുകയോ ത്യജിക്കുകയോ ആവാം. സത്യദർശകനെങ്കിലും ആളറിയിക്കാതെ മൂകനെ പോലെയോ ഉന്മത്തനെ പോലെയോ ബാലനെ പോലെയോ മറ്റുള്ളവർക്ക് തോന്നുമാറ് വേണം ജീവിക്കാൻ. അജഗരവൃത്തി സ്വീകരിച്ച ഒരു മുനിയും പ്രഹ്ലാദനും തമ്മിൽ നടന്ന ഒരു സംഭാഷണത്തിൻ്റെ കഥയുണ്ട്. ഭഗവൽ പ്രിയനായ പ്രഹ്ലാദൻ ഒരു ദിവസം ഏതാനും മന്ത്രിമാരോടുമൊരുമിച്ച് ലോകതത്വം ഗ്രഹിക്കുന്നതിന് വേണ്ടി ചുറ്റി സഞ്ചരിക്കുമ്പോൾ സഹ്യസാനുവിൽ കാവേരി പുളിനത്തിൽ പൂഴിയിൽ കുളിച്ച് മണ്ണിൽ ശയിക്കുന്ന നിഗൂഢ തേജസ്കനായ ഒരു മുനിയെ കണ്ടെത്തി. ആകൃതി കൊണ്ടോ കർമ്മം കൊണ്ടോ വർണ്ണാശ്രമാദി ചിഹ്നങ്ങൾ കൊണ്ടോ ഒന്നും തിരിച്ചറിയാൻ കഴിയാത്ത അദ്ദേഹത്തിൻ്റെ കാൽക്കൽ പതിച്ച് വന്ദിച്ച് യഥാവിധി പൂജിച്ച് മഹാഭാഗവതനായ പ്രഹ്ലാദൻ സത്യമറിയാനുള്ള ആഗ്രഹത്തോടുകൂടി ഇപ്രകാരം ചോദിച്ചു: പണിയെടുക്കുന്നവന് പണമുണ്ടാകുന്നു, പണമുള്ളവന് ഭോഗം സാധിക്കുന്നു. ഭോഗികളുടെ ദേഹം തടിച്ചിരിക്കും. അങ്ങയുടെ ശരീരവും ഭോഗികളുടേതുമാതിരി തടിച്ചിരിക്കുന്നുവല്ലോ. ഒന്നും ചെയ്യാതെ വെറുതെ കിടക്കുന്ന അങ്ങയ്ക്ക് അല്ലയോ ബ്രഹ്മൻ ധനമില്ലെന്നത് തീർച്ച. അതുകൊണ്ട് ഭോഗവുമില്ല. ഭോഗമില്ലാത്ത അങ്ങയുടെ ദേഹം സ്ഥൂലിച്ചിരിക്കാൻ കാരണമെന്തെന്ന് ഞങ്ങളോട് പറയാൻ വിരോധമില്ലെങ്കിൽ കേട്ടാൽ കൊള്ളാം. വിദ്വാനും സമർത്ഥനും കർമ്മകുശലനും പ്രിയഭാഷിയുമായ അങ്ങ് ചുറ്റും ജനങ്ങൾ കർമ്മത്തിൽ വ്യാപൃതരായിരിക്കുന്നത് കണ്ടുകൊണ്ടിരുന്നിട്ടും ഉദാസീനനായിട്ടിങ്ങനെ കിടക്കാൻ എന്താണ് കാരണം? നാരദ മഹർഷി പറയാണ്, അസുരാധിപനായ പ്രഹ്ലാദൻ്റെ വിനയപുരസരമുള്ള ചോദ്യം കേട്ട് ആ വാക്കുകളാൽ ആകൃഷ്ടനായിട്ട്
പുഞ്ചിരി പൊഴിച്ചുകൊണ്ട് ആ മഹാമുനി മറുപടി പറഞ്ഞു. അദ്ദേഹം പറയുന്നു, അല്ലയോ അസുരശ്രേഷ്ഠ, ആര്യസമ്മതനായ അങ്ങ് അധ്യാത്മദൃഷ്ടിയാൽ പ്രവൃത്തി നിവൃത്തികളുടെ ഫലം ശരിക്ക് അറിയുന്നവനാകുന്നു. ഏകാന്ത ഭക്തി നിമിത്തം ഭഗവാൻ ശ്രീനാരായണൻ അങ്ങയുടെ ഹൃദയത്തിൽ സൂര്യൻ അന്ധകാരത്തെ എന്ന പോലെ അജ്ഞാനത്തെയെല്ലാം അകറ്റിക്കൊണ്ട് വാണരുളുന്നുണ്ടല്ലോ. എന്നിരുന്നാലും ഗുരുവിൽ നിന്ന് ഗ്രഹിച്ചിട്ടുള്ളതനുസരിച്ച് ഞാൻ അങ്ങയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാം. ആത്മശുദ്ധി ആഗ്രഹിക്കുന്നവർ അങ്ങുമായി സംഭാഷണം ചെയ്യേണ്ടതാണല്ലോ. സംസാര കാര്യങ്ങളെ നടത്തിക്കൊണ്ടു പോരുന്നതും ഒരിക്കലും വേണ്ട കാര്യങ്ങൾ സാധിപ്പിക്കാത്തതുമായ തൃഷ്ണാനദി എന്നെ പലതും ചെയ്യിച്ചു. പലതരത്തിലുള്ള യോനികളിൽ ചെന്ന് പിറക്കാൻ ഇടയാക്കി. ആ കർമ്മത്താൽ കറക്കപ്പെട്ടു യാദൃച്ഛികമായി എനിക്ക് ഈ ജന്മം കിട്ടി. ഈ മനുഷ്യജന്മം മോക്ഷപ്രാപ്തിക്കോ സ്വർഗപ്രാപ്തിക്കോ ഇടയാക്കാം. വീണ്ടും മനുഷ്യനോ മൃഗമോ ആയി ജനിക്കാൻ ഇടയാക്കിയെന്നും വരാം. ഈ മനുഷ്യജന്മത്തിൽ ആളുകൾ സുഖപ്രാപ്തിക്കും ദുഃഖപരിഹാരത്തിനും വേണ്ടി ദാമ്പത്യധർമ്മം സ്വീകരിച്ച് കർമ്മം ചെയ്ത് വിപരീത ഫലം വന്നു ചേരുന്നത് കണ്ടിട്ട് ഞാൻ കർമ്മങ്ങളിൽ നിന്നും നിവൃത്തനായിരിക്കുന്നു. ആത്മസ്വരൂപം ആനന്ദമാണ് എന്നും സർവകർമ്മ നിവൃത്തി വരുമ്പോൾ അത് അനുഭവമാകുന്നു എന്നും ഭോഗങ്ങൾ മനക്ഷോഭകരങ്ങളെന്നും അറിഞ്ഞ് ഞാൻ സ്വസ്ഥമായി കിടക്കുന്നു. ആത്മാവിൻ്റെ ഈ യാഥാർത്ഥ്യം വിസ്മരിച്ച് മനുഷ്യൻ അസത്തായ ദ്വൈതത്തിൽപ്പെട്ട് വിവിധവും ഘോരവുമായ സംസാരത്തിൽ അകപ്പെടുന്നു. പുല്ലുകൊണ്ടും പായൽ കൊണ്ടും മറഞ്ഞുകിടക്കുന്ന ജലത്തെ അറിയാതെ അജ്ഞൻ ജലം തേടി മരുമരീചികയുടെ പിമ്പെ പോകുന്നതുപോലെ തന്നിൽ നിന്ന് അന്യമായ വസ്തുക്കളുടെ പിന്നാലെ സുഖം തേടി അജ്ഞനായുള്ളവൻ പോകുന്നു. അസ്വതന്ത്രനായ പുരുഷൻ ദൈവാധീനങ്ങളായ ദേഹാദികൾ കൊണ്ട് സുഖപ്രാപ്തിയും ദുഃഖഹാനിയും ഇച്ഛിച്ചു ചെയ്യുന്ന ക്രിയകൾ ഓരോന്നും വ്യർത്ഥങ്ങളായി തീരുന്നു. ആധ്യാത്മികാദി ദുഃഖങ്ങളിൽ നിന്ന് ഒരിക്കലും പിരിയാതെയിരിക്കുന്ന മർത്യന് ക്ലേശിച്ച് നേടുന്ന ധനം കൊണ്ടും കാമം കൊണ്ടും എന്ത് കാര്യം? അജിതാത്മാക്കളും ലുബ്ധന്മാരും ഭയം മൂലം ഉറക്കം വരാത്തവരും സർവരെയും സംശയിക്കുന്നവരുമായ ധനികന്മാരുടെ ക്ലേശം ഞാൻ കാണുന്നുണ്ട്. പ്രാണനിലും പണത്തിലും ആസക്തരായവർക്ക് രാജാവ്, ചോരൻ, ശത്രു, സ്വജനങ്ങൾ, ജന്തുക്കൾ, പക്ഷികൾ, യാചകന്മാർ എന്നിവരിൽ നിന്നും കാലത്തിൽ നിന്നും തന്നിൽ നിന്നും ഭയമുണ്ടാകുന്നു. ശോകം, ഹിതാഹിത ബോധാഭാവം, ഭയം, ക്രോധം, രാഗം, ദൈന്യം, ക്ലേശം മുതലായവയ്ക്ക് കാരണങ്ങളായ പ്രാണനിലും പണത്തിലുമുള്ള ആസക്തിയെ വിദ്വാൻ ഉപേക്ഷിക്കണം. തേനീച്ചയും പെരുമ്പാമ്പും ഞങ്ങളുടെ വലിയ ഗുരുക്കന്മാരാകുന്നു. അവരിൽ നിന്നുമാണ് ഞങ്ങൾ വൈരാഗ്യവും യദൃച്ഛാലാഭ സന്തോഷവും അഭ്യസിച്ചത്. സർവകാമനിവൃത്തി ഞാൻ തേനീച്ചയിൽ നിന്നും പഠിച്ചു. തേനീച്ച വിഷമിച്ച് ശേഖരിക്കുന്ന തേൻ അതിനെ കൊന്ന് ആളുകൾ അപഹരിക്കുന്നത് പോലെ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന ധനത്തെ ഉടയവനെ കൊന്നിട്ട് അന്യര് അപഹരിച്ച് കൊണ്ടുപോകുന്നു. ഒന്നും ചെയ്യാതെ യദൃച്ഛയാ ലഭിക്കുന്നതുകൊണ്ട് ഞാൻ പരിതുഷ്ടനാണ്. ഒന്നും കിട്ടിയില്ലെങ്കിലും പെരുമ്പാമ്പിനെ പോലെ വളരെ ദിവസം സധൈര്യം ഒരിടത്ത് തന്നെ കിടക്കും. ചിലപ്പോൾ കുറച്ചു വല്ലതും കിട്ടും, ചിലപ്പോൾ ധാരാളം കിട്ടും. സ്വാദുണ്ടായെന്നും ഇല്ലെന്നും വരാം. ഗുണമേറിയതോ ഗുണഹീനമോ ആയെന്നും വരാം. ചിലയിടത്ത് ശ്രദ്ധയോടെ ആളുകൾ കൊണ്ടുവന്ന് തരും, ചിലയിടത്ത് തിരസ്കാരത്തോടെ. അതൊന്നും നോക്കാതെ കഴിക്കും. ചിലപ്പോൾ പകൽ കിട്ടും, ചിലപ്പോൾ രാത്രിയിലായിരിക്കും വല്ലതും കിട്ടുന്നത്. കഴിച്ചിട്ട് എവിടെയെങ്കിലും കിടക്കും. തുണിയോ പട്ടോ തോലോ മരവുരിയോ എന്താണു കിട്ടിയതെന്നാൽ അതുടുക്കും. പ്രാരബ്ധാനുസരണം വന്നു ചേരുന്നതിനെ അനുഭവിക്കുകയും അതിൽ സന്തോഷിക്കുകയും ചെയ്യുന്ന ആളാണ് ഞാൻ. ശയനവും അതുപോലെ തന്നെ. ചിലപ്പോൾ നിലത്തോ പുല്ലിലോ ചാരത്തിലോ ആയിരിക്കും കിടക്കുന്നത്. ചിലപ്പോൾ മറ്റുള്ളവരുടെ നിർബന്ധത്താൽ മാളിക മുകളിൽ പട്ടുമെത്തയിലായെന്നും വരാം. ചില സമയത്ത് കുളിച്ച് കുറിയിട്ട് അണിഞ്ഞൊരുങ്ങി മാലയും ചാർത്തി
തേരിലോ കുതിരപ്പുറത്തോ ആനപ്പുറത്തോ ആയിരിക്കും സഞ്ചാരം. ചിലപ്പോൾ പിശാചിനെ പോലെ നഗ്നനായിട്ടും സഞ്ചരിക്കും. ഭിന്ന സ്വഭാവരായ ജനങ്ങളെ ഞാൻ സ്തുതിക്കുകയോ നിന്ദിക്കുകയോ ചെയ്യുന്നില്ല. അവർക്കെല്ലാം സർവേശ്വരനിൽ ഐക്യമാകുന്ന ശ്രേയസ് ആശംസിക്കുന്നു. ഭേദബുദ്ധിയെ ചിത്തവൃത്തിയിലും വൃത്തിയെ മനസ്സിലും മനസ്സിനെ സാത്വികാഹങ്കാരത്തിലും അതിനെ മായയിലും ഹോമിക്കണം. ആ മായയെ ആത്മാനുഭൂതിയിൽ ഹോമിക്കണം. ഇങ്ങനെ സത്യദൃക്കായ മുനി സർവകർമ്മങ്ങളിൽ നിന്നും നിവർത്തിച്ച് സ്വാനുഭൂതി കൊണ്ട് ആത്മസംസ്ഥിതനായി വസിക്കണം. എൻ്റെ ചരിത്രം ലൗകിക ആചാരങ്ങൾക്കും ശാസ്ത്രവിധികൾക്കും വിപരീതമെന്ന് തോന്നുന്നതും സുഗുപ്തവുമാണെങ്കിലും അങ്ങ് ഭഗവത് പ്രിയനായതുകൊണ്ട് ഞാനത് അങ്ങയോട് പറഞ്ഞു. ആ മുനിയിൽ നിന്നും പാരമഹംസ്യധർമ്മം ശ്രവിച്ച അസുരേശ്വരനായ പ്രഹ്ലാദൻ പ്രീതനായി അദ്ദേഹത്തെ പൂജിച്ച് യാത്ര ചോദിച്ച് സ്വഗൃഹത്തിലേക്ക് പോയി. ഇത്രയുമാണ് ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.